THR രേഖപ്പെടുത്തുന്ന സമയത്ത് ഫേസ് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഫേസ് മിസ്മാച്ച് വന്നാൽ എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് THR വിതരണം ചെയ്യുന്ന സമയത്ത് ഗുണഭോക്താക്കളുടെ ഫോട്ടോ എടുക്കുമ്പോൾ ഇതേ രീതിയിൽ അണേബിൾ ടു മാച്ച് ദ ഫേസ് എന്നൊരു സ്ക്രീൻ വരികയും തുടർന്ന് നമ്മൾ എത്ര തവണ വീണ്ടും ഫോട്ടോ എടുത്താലും ഇതേ സ്ക്രീൻ തന്നെ വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നും എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടത് എന്നുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സ്ക്രീൻ വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ THR രേഖപ്പെടുത്തുന്ന സമയത്ത് THRന്റെ ഫോമിൽ വെരിഫിക്കേഷൻ മെത്തേഡ് എന്നതിൻ്റെ താഴെയായിട്ട് ഇതേ രീതിയിൽ ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ഗുണഭോക്താവിൻ്റെ FRS പൂർത്തീകരിക്കുന്ന സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ ആരുടെ ഫോട്ടോയാണോ കാണുന്നത് അതേ സെയിം വ്യക്തിയുടെ ഫോട്ടോ തന്നെ നമ്മൾ THR വിതരണം ചെയ്യുന്ന സമയത്തും എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫോട്ടോ വെരിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഗർഭിണിയുടെ ഫോട്ടോയാണ് ഇവിടെ കാണുന്നതെങ്കിൽ ഗർഭിണിയുടെ തന്നെ ഫോട്ടോ നമ്മൾ എടുക്കണം. പാലൂട്ടുന്ന അമ്മയുടെ ആണെങ്കിൽ പാലൂട്ടുന്ന അമ്മയുടെ ഫോട്ടോ നമ്മൾ എടുക്കേണ്ടതാണ്. ഇനി അഥവാ 6-3 കുട്ടിയുടെ അമ്മയുടെയോ അതല്ലെങ്കിൽ അച്ഛൻ്റെയോ അതല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ഫോട്ടോ ആയിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ആരുടെ ഫോട്ടോയാണോ ഇവിടെ കാണുന്നത് അതേ സെയിം വ്യക്തിയുടെ ഫോട്ടോ തന്നെ നമ്മൾ THR വിതരണം ചെയ്യുന്ന സമയത്തും എടുക്കേണ്ടതാണ്. ഇനി അഥവാ അതിന് പകരമായിട്ട് നമ്മൾ മറ്റാരുടെയെങ്കിലും ഫോട്ടോയാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു ഫോട്ടോ വെരിഫൈ ആകില്ല. ഇതേ രീതിയിൽ അണേബിൾ ടു മാച്ച് ദ ഫേസ് എന്നൊരു എറർ സ്ക്രീൻ വരികയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അഥവാ നമ്മൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന അതേ സെയിം വ്യക്തിയുടെ തന്നെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇത്തരത്തിലൊരു എറർ സ്ക്രീൻ വരികയാണെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ FRS പൂർത്തീകരിച്ച സമയത്ത് എടുത്തിട്ടുള്ള ഈ ഒരു ഫോട്ടോയിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു എറർ സ്ക്രീൻ വരുന്നത്. അതായത് ഈ ഒരു ഫോട്ടോ ബ്ലർ ആയതോ അതല്ലെങ്കിൽ ശരിയായിട്ടുള്ള ലൈറ്റിംഗ് ഇല്ലാത്തതിനാൽ ഇരുണ്ടതോ വ്യക്തമല്ലാത്തതൊക്കെ ആണെങ്കിൽ ആ ഒരു ഫോട്ടോ വെരിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഫോട്ടോയിലുള്ള വ്യക്തി കണ്ണ് പാതി അടഞ്ഞ രീതിയിലോ അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടും കണ്ണടച്ച രീതിയിലൊക്കെയാണ് കാണപ്പെടുന്നതെങ്കിൽ ആ ഒരു ഫോട്ടോയും വെരിഫൈ ആകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ നമ്മൾ FRS ചെയ്യുന്ന സമയത്ത് ഗുണഭോക്താവിൻ്റെ ഫേസ് ആണ് ക്യാപ്ചർ ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് ഗുണഭോക്താവിൻ്റെ ഫുൾ സൈസ് ഫോട്ടോ അല്ലെങ്കിൽ ഹാഫ് സൈസ് ഫോട്ടോ ഒക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ അത്തരം ഫോട്ടോയും വെരിഫൈ ആകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ മുഖങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോയും വെരിഫൈ ആകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഫോട്ടോയിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോട്ടോ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മൾ THR വിതരണം ചെയ്യുന്ന സമയത്ത് ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന അതേ സെയിം വ്യക്തിയുടെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇത്തരത്തിൽ അണേബിൾ ടു മാച്ച് ദ ഫേസ് എന്നൊരു എറർ സ്ക്രീൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഫോട്ടോ മാറ്റിയെടുക്കാനും THR രേഖപ്പെടുത്താനും സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇത്തരത്തിലൊരു സ്ക്രീൻ വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഡെയിലി ട്രാക്കിംഗ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ബെനഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ഗുണഭോക്താക്കളുടെ രജിസ്റ്ററുകൾ കാണാൻ സാധിക്കും. അതിൽ നിന്നും ഏത് വ്യക്തിയുടെ രജിസ്റ്ററാണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ ഒരു ഗുണഭോക്താവിൻ്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ നിന്നും ആ ഒരു ഗുണഭോക്താവിൻ്റെ പേരിൽ തൊടുക. അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താവിൻ്റെ പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ആയിട്ട് വരും. പ്രൊഫൈലിൽ ഇവിടെ താഴെയായിട്ട് ഫേസ് വെരിഫൈഡ് എന്നതിൻ്റെ വലതുവശത്തായിട്ട് നീല നിറത്തിൽ റീക്യാപ്ചർ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഗുണഭോക്താവിന്റെ ഫോട്ടോ റീക്യാപ്ചർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ഗുണഭോക്താവിന്റെ ഫോട്ടോ ഒരു മാസം പരമാവധി നമുക്ക് 2 തവണ മാത്രമേ റീക്യാപ്ചർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒരു തവണ നമ്മൾ ഫോട്ടോ റീക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും ഫോട്ടോ റീക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഗുണഭോക്താവിന്റെ പ്രൊഫൈലിൽ റീക്യാപ്ചർ എന്ന ഈ ഒരു ബട്ടൺ നീല നിറത്തിന് പകരം ഇതേ രീതിയിൽ ആഷ് കളറിലായിട്ട് നിറം മങ്ങിയാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഗുണഭോക്താവിന്റെ ഫേസ് റീക്യാപ്ചർ ചെയ്തതിനു ശേഷം 15 ദിവസം പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ റീക്യാപ്ചർ ബട്ടൺ നിറം മങ്ങിയാണ് കാണുന്നത് എങ്കിൽ ഈ ഒരു ഗുണഭോക്താവിന്റെ ഫേസ് റീക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുകയില്ല. മുമ്പ് നമ്മൾ റീക്യാപ്ചർ ചെയ്തതിനു ശേഷം 15 ദിവസം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ഗുണഭോക്താവിന്റെ ഫേസ് റീക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇനി അഥവാ സാധാരണ രീതിയിൽ തന്നെ റീക്യാപ്ചർ ബട്ടൺ ഇതേ രീതിയിൽ നീല നിറത്തിലാണ് കാണുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഗുണഭോക്താവിന്റെ ഫേസ് റീക്യാപ്ചർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു കൺസെന്റ് പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഏറ്റവും താഴെ കാണുന്ന അക്സെപ്റ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ FRS പൂർത്തീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ
ആധാർ കാർഡിലുള്ള ഒരു ഫോട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏറ്റവും താഴെയായിട്ട് ക്യാപ്ചർ ഫോട്ടോ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ക്യാമറ ഗുണഭോക്താവിന്റെ മുഖത്തിന് നേരെ കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം ഗുണഭോക്താവിനോട് കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ പറയുക, അഥവാ കണ്ണൊന്ന് ചിമ്മി തുറക്കാൻ പറയുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയി തന്നെ ഫോട്ടോ ഇതേ രീതിയിൽ ക്യാപ്ചർ ആയിട്ട് വരുന്നത് കാണാം. അല്പസമയത്തിനുള്ളിൽ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോ നമുക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. അതായത് ഈ KYC ഫോട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് ഗുണഭോക്താവിന്റെ ആധാർ കാർഡിലുള്ള ഫോട്ടോയും ക്യാപ്ചേർഡ് ഫോട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ പുതുതായിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോയാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ക്യാപ്ചേർഡ് ഫോട്ടോ ശരിയായിട്ടില്ല എങ്കിൽ ഏറ്റവും താഴെ ഇടതുവശത്ത് കാണുന്ന റീക്യാപ്ചർ ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി അഥവാ അത് ശരിയായിട്ടുണ്ട് എങ്കിൽ വലതുവശത്ത് കാണുന്ന വെരിഫൈ ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സക്സസ് സ്ക്രീൻ കാണുന്നതാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഗുണഭോക്താവിന്റെ ഫേസ് റീക്യാപ്ചറിങ് പൂർത്തിയായി. തുടർന്ന് നിങ്ങൾക്ക് ഈ ഒരു ഗുണഭോക്താവിന് THR രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫേസ് റീക്യാപ്ചർ ചെയ്തൊരു ഗുണഭോക്താവിന്റെ THR രേഖപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ഗുണഭോക്താവിന്റെ ഫേസ് റീക്യാപ്ചർ ചെയ്താൽ ഉടനെ തന്നെ ആ ഒരു ഗുണഭോക്താവിന്റെ പുതിയ ഫോട്ടോ THRന്റെ രജിസ്റ്ററിൽ ഈ ഒരു ഭാഗത്തായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വരില്ല. നമുക്കിവിടെ പഴയ ഫോട്ടോ തന്നെ ആയിരിക്കും കാണുവാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസ് റീക്യാപ്ചർ ചെയ്ത ഉടനെ തന്നെ പുതിയ ഫോട്ടോ പ്രകാരം നമുക്ക് ആ ഒരു ഗുണഭോക്താവിന്റെ ഫേസ് വെരിഫൈ ചെയ്ത് THR രേഖപ്പെടുത്തുവാൻ സാധിക്കില്ല. ഏതാനും മണിക്കൂറുകൾ മുതൽ പരമാവധി 24 മണിക്കൂർ വരെ സമയമെടുത്താണ് ആ ഒരു ഗുണഭോക്താവിന്റെ റീക്യാപ്ചർ ചെയ്ത ഫോട്ടോ നമുക്കിവിടെ അപ്ഡേറ്റ് ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഗുണഭോക്താവിന്റെ ഫേസ് റീക്യാപ്ചർ ചെയ്തതിനു ശേഷം THR രേഖപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ഡെയിലി ട്രാക്കിങ്ങിന്റെ ഏറ്റവും മുകളിലായിട്ട് വലതുവശത്ത് കാണുന്ന ഈ ഒരു റിഫ്രഷ് ബട്ടൺ 1-2 തവണ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തുടർന്ന് ആ ഒരു ഗുണഭോക്താവിന്റെ THR ഫോം ഓപ്പൺ ചെയ്ത് പുതിയ ഫോട്ടോ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഗുണഭോക്താക്കളുടെ ഫോട്ടോ റീക്യാപ്ചർ ചെയ്യേണ്ടതും തുടർന്ന് THR രേഖപ്പെടുത്തേണ്ടതും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് പോഷൻ മാസ്റ്റർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.